നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അധികാരമൊഴിയുന്നവർ പുര കത്തിച്ചിറങ്ങിപ്പോകുന്നത് ഈ കോൺഗ്രസ് നേതാക്കൾക്ക് കാണാൻ കഴിയുന്നില്ലേ? അവരിപ്പോഴും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള യുദ്ധത്തിലാണ്. ഇക്കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ വന്നൊരു വാർത്ത അത് കേരളത്തെ ഞെട്ടിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ ഇതൊന്നും ഒരു വാർത്തയല്ല. കോൺഗ്രസിനെന്നല്ല, UDFിലെ ഒരൊറ്റ നേതാവിനും ഇതൊന്നും വാർത്തയല്ല. എങ്ങനെയെങ്കിലും അധികാരത്തിൽ എത്രയും പെട്ടെന്നൊന്ന് കടിച്ചു തൂക്കണം. മുഖ്യമന്ത്രി കസേരയിൽ ആരിയ്ക്കുമെന്നതാണ് കോൺഗ്രസിൻ്റെ മുഖ്യ പ്രശ്നം. അതവിടെ നിൽക്കട്ടെ. ഇക്കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ ലോഡ് കണക്കിന് ഫയലുകൾ നശിപ്പിക്കുന്ന കാഴ്ച നമ്മെ ഞെട്ടിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ലോഡ് കണക്കിന് ഫയലുകളാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം, മൃഗസംരക്ഷണം, പൊതുമരാമത്ത്, കൃഷി, പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ വകുപ്പുകളുടെ മന്ത്രിമാരുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റ് വളപ്പിന് പുറത്തെ അനെക്സ് 2 നിന്നാണ് കൂട്ടത്തോടെ ഫയലുകൾ ഇപ്പോൾ വാഹനത്തിൽ ഈ ഫയലുകൾ നശിപ്പിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസടക്കം പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൽ നിന്നുള്ള ഫയലുകൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ പേഴ്സണൽ സ്റ്റാഫുകൾ കൊണ്ടുപോയിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ നിലനിൽക്കവെയാണ് ഇത്തരം ചില നീക്കങ്ങൾ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷവും മുൻ തീയതി രേഖപ്പെടുത്തി സർക്കാർ ഒട്ടേറെ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു. ഇതൊന്നും നോക്കാനോ ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കാനോ UDFിന് കഴിഞ്ഞില്ല. ഈ ഓഫീസ് സംവിധാനം ഒഴിവാക്കിയാണ് ഇതിനുള്ള ഫയൽ നീക്കങ്ങൾ നടത്തിയത്. ഈ ഓഫീസ് വഴിയാകുമ്പോൾ അതിൽ തീയതിയൊക്കെ കൃത്യമായി രേഖപ്പെടുത്തും. ഈ ഓഫീസ് വഴി ഫയൽ നീക്കിയാൽ ഡിജിറ്റൽ ഒപ്പിൽ മുൻ തീയതി രേഖപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ധാരാളം കടലാസ് ഫയലുകൾ സൃഷ്ടിച്ചത്. ഇത് സംബന്ധിച്ച രേഖകൾ എടുത്തുമാറ്റിയ ഫയലുകളുടെയും നശിപ്പിച്ച ഫയലുകളുടെയും കൂട്ടത്തിലുണ്ടെന്നാണ് സൂചന. ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നുവെന്ന് UDF അനുകൂല സർവീസ് സംഘടനകൾ പ്രതിപക്ഷ നേതാവിനെ നേരത്തെ അറിയിച്ചിരുന്നു. സെക്രട്ടേറിയറ്റിൽ ഇന്നലത്തോടെ എല്ലാ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൻ്റെയും ബോർഡുകളൊക്കെ നീക്കി അവയിലെ പേരുകൾ മായ്ക്കുകയും ചെയ്തു. അധികാരമൊഴിയുന്നതിന് തൊട്ടുമുൻപ് ഇതുപോലെ ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നത് ചട്ടവിരുദ്ധമെന്ന് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ പറയുന്നു. ഫയൽ നശിപ്പിക്കുന്നതിന് കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. ഓരോ ഫയലും എത്ര കാലം സൂക്ഷിക്കണമെന്നൊക്കെ സമയക്രമമുണ്ട്. ഇത് പാലിക്കാതെ ഭരണമൊഴിയും മുൻപ് കൂട്ടത്തോടെ ഫയൽ നശിപ്പിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംശയകരമാണ്. ചീഫ് സെക്രട്ടറിയുടെ തൊട്ടടുത്ത മുറിയിൽ സ്ഥിതി ചെയ്യുന്ന ഷ്രെഡിംഗ് റൂമിൽ വെച്ചാണ് ലോഡ് കണക്കിന് ഫയലുകൾ നശിപ്പിച്ചത്. ഇപ്പോഴിതാ അതേ സ്ഥലത്തേക്ക് അനെക്സ് ബിൽഡിങ്ങിൽ നിന്ന് കൊണ്ടുവന്ന ഫയലുകൾ കൂട്ടത്തോടെ എത്തിക്കുന്നു, പിന്നീട് ഒന്നൊന്നായി നശിപ്പിക്കുന്നു. ഇത് തടയാനോ നിയന്ത്രിക്കാനോ കഴിയാതെ പുതിയ മന്ത്രിസഭ അധികാരത്തിലെത്താൻ തർക്കവുമായി പുറത്ത്. സർക്കാരിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമൊക്കെയായി ഏകദേശം 2.5 ലക്ഷത്തോളം കോൺട്രാക്ട് ജീവനക്കാരുണ്ട്. പലരെയും പിൻവാതിലിലൂടെ തിരികെ കയറ്റിയത്. ഇവരെയൊക്കെ കൂട്ടത്തോടെ പറഞ്ഞുവിടുമെന്നാണ് നേരത്തെ UDF പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ UDF അധികാരത്തിലെത്തി ഇതൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും 6 മാസമെടുക്കും. അപ്പോഴേക്കും ഈ ജീവനക്കാരൊക്കെ പുതിയ UDF സർക്കാരിനെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന കൊള്ളയും കൊള്ളരുതായ്മകളുമൊക്കെ പിടിക്കാനും അഴിമതിക്കാർക്കെതിരെ ആർജവത്തോടെ നടപടിയെടുക്കാനും ഇനി വരാൻ പോകുന്ന UDF സർക്കാരിന് കഴിയുമോ എന്ന് ജനങ്ങൾ പോലും സംശയിക്കുന്നു. കേരളത്തിൽ ഭരണമാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ സുപ്രധാന ഫയലുകൾ കൂട്ടത്തോടെ അപ്രത്യക്ഷമാകുന്നത്. ഫയലുകൾ ഓഫീസിന് പുറത്തേക്ക് കൊണ്ടുപോയി കത്തിച്ചു കളയുന്നു എന്ന സംശയവും ഇപ്പോൾ പ്രതിപക്ഷത്തിനുണ്ട്. നേരത്തെ ഇലക്ട്രോണിക് രേഖകൾ തിരുത്തി എന്ന ആക്ഷേപം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിമതി നടക്കുന്നുണ്ട് എന്ന ഗുരുതര ആരോപണവുമായി IAS ഉദ്യോഗസ്ഥൻ N പ്രശാന്തും രംഗത്തെത്തി. മന്ത്രിമാരോ ചീഫ് സെക്രട്ടറിയോ മാറിയാലും സർക്കാർ ഫയലുകളുടെ സത്യസന്ധത മാറാൻ പാടില്ല എന്ന് പ്രശാന്ത് പറയുന്നു. ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത് ഫയലുകളിലൂടെയാണ്. ഒരു സർക്കാർ തീരുമാനം രൂപപ്പെട്ട രീതി, ധനകാര്യ നിയമവകുപ്പുകളുടെ അഭിപ്രായം, ആരാണ് എതിർത്തത്, ആരാണ് അനുമതി നൽകിയത് തുടങ്ങി സർവ്വകാര്യങ്ങളും രേഖപ്പെടുത്തുന്ന ഔദ്യോഗിക ചരിത്രമാണ് ഓരോ ഫയലും. ഇവ നിശബ്ദമായി അപ്രത്യക്ഷമാകുന്നത് ഭരണ തുടർച്ചയെ ബാധിക്കും. നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് മുൻപും അഡ്മിൻ പ്രിവിലേജ് ദുരുപയോഗം ചെയ്ത് മറ്റു ഉദ്യോഗസ്ഥരുടെ ഇൻബോക്സിൽ കയറി അഴിമതി മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്ന പരാതിയുണ്ടെന്ന് പ്രശാന്ത് ഈ പോസ്റ്റിൽ പറയുന്നു. ഇപ്പോൾ സംഭവിക്കുന്നതും ഇതേ മാതൃകയിലുള്ള രേഖകൾ നശിപ്പിക്കലാണ് എന്ന് പ്രശാന്തിൻ്റെ ആരോപണം. ഡിജിറ്റൽ ഭരണത്തിൽ മെറ്റാഡേറ്റ പോലും പൊതുരേഖയാണെന്നും ആരാണ് എഡിറ്റ് ചെയ്തത് എന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നും പ്രശാന്ത് ഓർമ്മിപ്പിക്കുന്നു.
അധികാരം മാറിയാലും ആഴത്തിലുള്ള ഓഡിറ്റ് നടക്കില്ല എന്ന സെറ്റിൽമെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ മറവിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു പറ്റം ക്രിമിനലുകളാണ് ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നത്. രാഷ്ട്രീയക്കാരേക്കാൾ ഉപരി സ്വന്തം നിലയ്ക്ക് ചെയ്തു കൂട്ടിയ അഴിമതികൾ മൂടിവെക്കാനാണ് ഇവർക്ക് താല്പര്യം. ഇത്തരം ഉദ്യോഗസ്ഥരെ തിരിച്ചറിഞ്ഞ് നിലയ്ക്ക് നിർത്താനായില്ല എങ്കിൽ ജനാധിപത്യം പേരിന് മാത്രമായി മാറുമെന്നും പ്രശാന്ത് പറയുന്നു. എൻ പ്രശാന്തിൻ്റെ ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: ഈ ഓഫീസ് പൂട്ടുമ്പോൾ ഫയലുകൾ കത്തുമ്പോൾ കേരളത്തിൽ സർക്കാർ മാറുമ്പോൾ മന്ത്രിമാർ മാറും, ചീഫ് സെക്രട്ടറിമാർ മാറും, രാഷ്ട്രീയ ബോർഡുകൾ മാറും. പക്ഷേ ഒരു കാര്യമാണ് മാറാൻ പാടില്ലാത്തത്: സർക്കാർ ഫയലുകളുടെ സമഗ്രത, സത്യസന്ധത. ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത് പ്രസംഗങ്ങളിലൂടെയല്ല, ഫയലുകളിലൂടെയാണ്. ഒരു സർക്കാർ തീരുമാനമെന്നത് ഒരു പത്രസമ്മേളനമല്ല, അതൊരു ഫയൽ യാത്രയാണ്. ഒരു പ്രപ്പോസൽ എങ്ങനെ രൂപപ്പെട്ടു, ആരൊക്കെ പരിശോധിച്ചു, ഫിനാൻസ് എന്തു പറഞ്ഞു, ലോ എന്തു പറഞ്ഞു, ആരാണ് എതിർത്തത്, ആരാണ് ബൈപ്പാസ് ചെയ്തത്, ആരാണ് അവസാന അനുമതി നൽകിയത്, ഇതെല്ലാം രേഖപ്പെടുത്തുന്ന ഔദ്യോഗിക ചരിത്രമാണ് സർക്കാർ ഫയൽ. അതുകൊണ്ടാണ് റൂൾസ് ഓഫ് ബിസിനസ്സിനും സെക്രട്ടേറിയറ്റ് മാനുവലിനും ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ ഇത്രയും പ്രാധാന്യമുള്ളത്. കേരള സെക്രട്ടേറിയറ്റ് മാനുവൽ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്: ഓരോ ഫയലിനും ഒരു ലൈഫ് സൈക്കിളുണ്ട്. അതൊരു കത്ത് വരുന്നതോടെ തുടങ്ങുന്നു, ഡയറി നമ്പർ ലഭിക്കുന്നു, സെക്ഷനിൽ പ്രോസസ്സ് ചെയ്യപ്പെടുന്നു, നോട്ടുകൾ തയ്യാറാക്കുന്നു, കറണ്ട് ഫയൽ, നോട്ട് ഫയൽ, ഫെയർ കോപ്പി, ഡ്രാഫ്റ്റ്സ്, റെഫറൻസ്, ലിങ്ക് ഫയൽ, സർക്കുലേഷൻ, എല്ലാം പ്രൊസീജിയർ അനുസരിച്ച് പോകണം. ഫയൽ ഡിസ്പോസൽ പോലും ഒരു പ്രൊസീജിയറാണ്. ഇവിടെയാണ് പൊതുജനങ്ങൾ കൂടുതലായി മനസ്സിലാക്കാത്ത ഒരു നിർണായക കാര്യം വരുന്നത്. സർക്കാർ ഫയൽ ക്ലോസ് ചെയ്യാം, പക്ഷേ ഡിസപ്പിയർ ചെയ്യാൻ പാടില്ല. കേരള സെക്രട്ടേറിയറ്റ് മാനുവൽ പ്രകാരം ഡിസ്പോസൽ എന്നത് ഡിസ്ട്രക്ഷൻ അല്ല. ആദ്യം ഫയൽ ക്ലോസ്ഡ് കാറ്റഗറിയിലേക്ക് പോകും, പിന്നീട് റെക്കോർഡ്സ് റൂമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. റെക്കോർഡ് റിട്ടൻഷൻ ഷെഡ്യൂൾ അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ നടക്കും. പെർമനൻറ്റ് റെക്കോർഡ്സ്, ലോങ് റിട്ടൻഷൻ, ഷോർട്ട് റിട്ടൻഷൻ, എഫിമറൽ റെക്കോർഡ്സ്, റുട്ടീൻ കറസ്പോണ്ടൻസ്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ്, കോൺഫിഡൻഷ്യൽ റെക്കോർഡ്സ്, പോളിസി ഫയൽസ്, ഫിനാൻസ് റിലേറ്റഡ് ഫയൽസ്, കോർട്ട് റിലേറ്റഡ് ഫയൽസ്, ഓഡിറ്റ് റിലേറ്റഡ് ഫയൽസ് തുടങ്ങിയവയായി. അതിനുശേഷമാണ് വീഡിംഗ് അഥവാ ഡിസ്ട്രക്ഷൻ എന്ന വിഷയം വരുന്നത്. അതിനും സ്ട്രിക്റ്റ് പ്രൊസീജിയറുണ്ട്. കേരള ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡ്സ് ആക്ട് 1961 അതിൻ്റെ റൂൾസും സെക്രട്ടേറിയറ്റ് മാനുവലും ചേർന്ന് പറയുന്ന പ്രധാന നടപടിക്രമങ്ങൾ: ആദ്യം റിട്ടൻഷൻ പീരീഡ് തീർന്നിരിക്കണം. രണ്ടാമത് റെക്കോർഡ്സ് പരിശോധിച്ച് ഡിസ്ട്രക്ഷൻ എലിജിബിൾ ആണോ എന്ന് കോമ്പിറ്റൻ്റ് അതോറിറ്റി സർട്ടിഫൈ ചെയ്യണം. മൂന്നാമത് ഡിസ്ട്രക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കണം. നാലാമത് ഓതറൈസ്ഡ് ഓഫീസറിൻ്റെ സൂപ്പർവിഷനിൽ മാത്രമേ ഡിസ്ട്രക്ഷൻ നടക്കാവൂ. അഞ്ചാമത് ഡിസ്ട്രോയ്ഡ് റെക്കോർഡ്സിൻ്റെ രജിസ്റ്റർ സ്ഥിരമായി സൂക്ഷിക്കണം. അതായത് സർക്കാർ രേഖകൾ നശിപ്പിക്കാം, പക്ഷേ നിശബ്ദമായി അപ്രത്യക്ഷമാക്കാൻ പാടില്ല. ഈ ഡിസ്റ്റിങ്ഷൻ അത്യന്തം പ്രധാനമാണ്. ഒരു സർക്കാർ മാറുന്നതിന് മുൻപ് പെട്ടെന്ന് ഫയൽസ് കാണാതാകുന്നത്, നോട്ട് ഷീറ്റ്സ് അവൈലബിൾ ആകുന്നത്, ഈ ഓഫീസ് ഹിസ്റ്ററി മിസ്സിംഗ് ആകുന്നത്, ഓൾഡ് ഇമെയിൽസ് ഇൻആക്സസിബിൾ ആകുന്നത്, ഇവ സാധാരണ അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂ അല്ല. കാരണം മാനുവൽ മുഴുവൻ ഒരു ഫിലോസഫിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്: കണ്ടിന്യൂറ്റി ഓഫ് ഗവർണൻസ്. സെക്രട്ടേറിയറ്റ് എന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസല്ല, അത് സ്റ്റേറ്റ് മെഷീനറിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മന്ത്രിയുടെ ടെന്യൂർ അവസാനിച്ചാലും ഫയൽ ഹിസ്റ്ററി തുടരണം, നോട്ടിംഗ് ഹിസ്റ്ററി പ്രിസർവ് ചെയ്യണം, അപ്രൂവൽസ് ട്രേസബിൾ ആയിരിക്കണം, മൂവ്മെൻറ്റ് രജിസ്റ്റർ ഇൻടാക്റ്റ് ആയിരിക്കണം, ഡിജിറ്റൽ ലോഗ്സ് അവൈലബിൾ ആയിരിക്കണം. ഇവയെല്ലാം പിന്നീട് ഓഡിറ്റ്, വിജിലൻസ്, CAG, കോർട്ട്, RTI, ലെജിസ്ലേറ്റീവ് കമ്മിറ്റി, ലോകായുക്ത എന്നിവയ്ക്കുള്ള അടിസ്ഥാന തെളിവുകൾ. കേരള സെക്രട്ടേറിയറ്റ് മാനുവൽ ഫയൽ മൂവ്മെൻറ്റ് ഇറ്റ്സെൽഫ് ഒരു കൺട്രോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആക്റ്റാണ്. ആരാണ് ഫയൽ കൈകാര്യം ചെയ്തത്, ഏത് തീയതിയിൽ മൂവ് ചെയ്തു, ആരുടെ കസ്റ്റഡിയിലായിരുന്നു, എപ്പോഴാണ് റിട്ടേൺ ചെയ്തത്, എല്ലാം ട്രേസബിൾ ആയിരിക്കണമെന്നതാണ് അണ്ടർലൈങ് പ്രിൻസിപ്പിൾ. ഇന്നത്തെ ഈ ഓഫീസ് എൻവയോൺമെൻറ്റ് ഇത് കൂടുതൽ ഗുരുതരമാണ്. കാരണം ഒരു പഴയ കാലത്തെ ഫയൽ ഫിസിക്കലി കീറേണ്ടി വരുമായിരുന്നു. ഇന്ന് ഒരു ബാക്ക് ആൻഡ് ഡിലീഷൻ മതി, ഒരു മെറ്റാഡേറ്റ വൈപ്പ് മതി, ഒരു അഡ്മിൻ പ്രിവിലേജ് മിസ്യൂസ് മതി. നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകം മുൻപ് അഡ്മിൻ പ്രിവിലേജ് ദുരുപയോഗം ചെയ്ത് അഴിമതി മറച്ചുവെക്കാൻ മറ്റുദ്യോഗസ്ഥരുടെ ഇൻബോക്സ് കയ്യേറിയതിൻ്റെ പരാതി നിലവിലുണ്ട്. അതിനാൽ ഇപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് ആർക്കും മനസ്സിലാകും. ഓർക്കുക, ഡിജിറ്റൽ ഗവേണൻസിൽ മെറ്റാഡേറ്റ പോലും പബ്ലിക് റെക്കോർഡാണ്. ഫയൽ ആരാണ് ഓപ്പൺ ചെയ്തത്, എഡിറ്റ് ചെയ്തത്, അപ്രൂവൽ ചേഞ്ച് ചെയ്തത്, റിമാർക്ക് ഡിലീറ്റ് ചെയ്തത്, ടൈം സ്റ്റാമ്പ് മോഡിഫൈ ചെയ്തത്, ബാക്ക് ആൻഡ് ആക്സസ് ഉപയോഗിച്ച് ഇവയെല്ലാം ഭരണത്തിൻ്റെ ഇലക്ട്രോണിക് ഫിംഗർ പ്രിൻറ്റ്സ്. അതിനാൽ ട്രാൻസാക്ഷൻ പീരീഡിലുള്ള ഡിജിറ്റൽ റെക്കോർഡ് മാനേജ്മെൻറ്റ് അതീവ സെൻസിറ്റീവ് ആകുന്നു. പ്രത്യേകിച്ച് ഇലക്ഷൻ പീരീഡ്, സ്വയറിംഗ് ഇൻ ഫേസ്, കെയർ ടേക്കർ ഗവൺമെൻറ് പീരീഡ്, മേജർ ഓഡിറ്റ് ആൻറ്റിസിപ്പേഷൻ, വിജിലൻസ് എൻക്വയറി ഫിയർ, പബ്ലിക് കോൺട്രവേഴ്സി, ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷൻ സ്ക്രൂട്ടിനി, ടെൻഡർ ഡിസ്പ്യൂട്ട്സ്, ലാൻഡ് അക്വിസിഷൻ ഇഷ്യൂസ്, കോൺട്രാക്ട് അപ്രൂവൽസ് ഇവയൊക്കെ നടക്കുമ്പോൾ സഡൻ ഫയൽ ഡിസപ്പിയറൻസ് വളരെ ഗുരുതരമായി കാണപ്പെടും. കാരണം റുട്ടീൻ ഡിസ്ട്രക്ഷന് പോലും കേരള റൂൾസ് ഡോക്യുമെൻറ്റേഷൻ നിർബന്ധമാകുന്നു. അതുകൊണ്ടൊരു സാധാരണ പൗരനും ചോദിക്കാവുന്ന നിയമപരമായ ചില ചോദ്യങ്ങളുണ്ട്. ഈ ഫയൽ റിട്ടൻഷൻ പീരീഡ് എന്തായിരുന്നു, ഫയൽ
ഡിസ്ട്രക്ഷൻ കമ്മിറ്റി അപ്രൂവ് ചെയ്തു. ഡിസ്ട്രക്ഷൻ രജിസ്റ്റർ എൻട്രി എവിടെ? പെൻഡിങ് RTA ഉണ്ടായിരുന്നു, പെൻഡിങ് കോർട്ട് കേസ് ഉണ്ടായിരുന്നു, ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു, ഫിനാൻസ് കൺകറൻസ് ഇഷ്യൂ, വിജിലൻസ് ആംഗിൾ, ഓഫീസ് ലോക്ക് റിട്ടൻഷൻ പോളിസി, ബാക്കപ്പ് സെർവർ റിട്ടൻഷൻ, ഡിസാസ്റ്റർ റിക്കവറി മിറർ, ഇമ്മ്യൂട്ടബിൾ ലോക്സ് മെയിൻ്റെൻ എന്നിവയൊക്കെ ഉണ്ടോ? ഈ ചോദ്യങ്ങൾ മച്വർ ഗവർണൻസ് ക്വസ്റ്റ്യൻസ് ആണ്. ജനാധിപത്യത്തിൽ ഓരോ ഇലക്ഷനും പ്രിൻസിപ്പൽ ചേഞ്ച് മാത്രമല്ല, അത് അക്കൗണ്ടബിലിറ്റി ചെക്ക് പോയിൻ്റ് കൂടിയാണ്. പുതിയ സർക്കാർ തീരുമാനങ്ങൾ പരിശോധിക്കുന്നത് വെണ്ടേട്ടയല്ല, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടിയാണ്. ഇവിടെ റെക്കോർഡ്സ് ഇല്ലാതാകുന്നുവെങ്കിൽ ജനാധിപത്യം അന്ധമാകും. കേരളത്തിൽ അപകടകരമായ രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെട്ടു. സെറ്റിൽമെൻറ്റ് പൊളിറ്റിക്സ്. അധികാരം മാറിയാലും ആഴത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓഡിറ്റ് നടക്കില്ല എന്ന ധാരണ. അതുകൊണ്ട് ചിലപ്പോൾ റെക്കോർഡ്സിന് പ്രാധാന്യം കുറയുന്നു. ഉദ്യോഗസ്ഥലത്തിലുള്ള ഒരുപറ്റം ക്രിമിനലുകളാണ് ഇത് സാധ്യമാക്കി കൊടുക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മാത്രമല്ല, സ്വന്തം നിലയ്ക്ക് ചെയ്തു കൂട്ടിയ അഴിമതികൾ മൂടിവെക്കേണ്ടത് ഇവരുടെ സ്വകാര്യ അജണ്ട. അതിനവർ ഏത് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാനും മുൻകൈയെടുക്കും. ഇവരെ തിരിച്ചറിഞ്ഞ് നിലയ്ക്ക് നിർത്താനായില്ലെങ്കിൽ ജനാധിപത്യം പേരിന് മാത്രമാകും. കേരളത്തിൽ റെക്കോർഡ് ഡിസ്ട്രക്ഷനെക്കുറിച്ചുള്ള ചർച്ച വെറും പഴയ പേപ്പർ കത്തിക്കൽ സംബന്ധിച്ച വിഷയമല്ല. ഇത് ജനാധിപത്യത്തിൻ്റെ ഓർമ്മ സംരക്ഷിക്കണോ ഇല്ലയോ എന്ന അടിസ്ഥാന ചോദ്യമാണ്. ഒരു ഭരണകൂടം എത്ര വികസനം നടത്തി എന്നതിനേക്കാൾ പ്രധാനമാണ് അതിൻ്റെ രേഖകൾ എത്ര സുതാര്യമായി അവശേഷിപ്പിച്ചു എന്നത്. കാരണം ഫയലുകൾ ബാക്കി നിൽക്കുന്നിടത്താണ് സത്യം ഒരു ദിവസം പുറത്തു വരാനുള്ള സാധ്യത ജീവിച്ചിരിക്കുക. സത്യം പുറത്തറിയരുതെന്ന് രാഷ്ട്രീയ മേലാളന്മാരെക്കാൾ താല്പര്യം ഉദ്യോഗസ്ഥ തലത്തിലെ ക്രിമിനലുകൾക്കാണ്. വളരെ പച്ചയ്ക്ക് എൻ പ്രശാന്ത് എല്ലാം കുറിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.